ഹായ് ഹലോ അമ്ലു വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് പാർട്ട് 2ൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. പാർട്ട് 1 ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കണം. അപ്പോൾ പാർട്ട് 2ൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇപ്പോൾ സമയം ഇവിടെ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് ഷാർജ കോർണിഷിലേക്കാണ്. പാർട്ട് 1 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മോൾക്ക് നല്ല നിർബന്ധമായിരുന്നു ബീച്ചിലേക്ക് പോകണമെന്ന്. അങ്ങനെയാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ചായയുടെ എല്ലാം കഴിഞ്ഞു, എന്നിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് സമയം കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ബീച്ചിലേക്ക് എത്തും. അപ്പോൾ പോകുന്ന വഴിയാണിത്. ഇവിടെയൊക്കെ രാത്രി കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് രാത്രിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഇവിടെ. അങ്ങനെ കുറച്ച് സമയമൊക്കെ ഞങ്ങൾ അവിടെ കറങ്ങിയ ശേഷം പിന്നെ ഞങ്ങൾ നേരെ പോയിട്ടുള്ളത് ബീച്ചിലേക്ക് തന്നെയാണ്. അപ്പോൾ മോൾക്ക് കടലിലേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് നല്ല നിർബന്ധമായിരുന്നു. അങ്ങനെ ഞാൻ അവളെയും കൂട്ടി കടലിലേക്ക് ഇറങ്ങുകയാണ്. ചെറിയ മോൾക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ. അവൾ ഒട്ടും തന്നെ മരുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അവളെ.
ഇവിടെ ഇത്ര ഭാഗം മാത്രമല്ല കേട്ടോ, അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്കെല്ലാം ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കാണാനായിട്ടും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 5 മണി കഴിഞ്ഞു. ഇപ്പോഴേക്കും സമയം ഒരു 7 മണി ആകാറായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇരുട്ടി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്കൊന്നും പോയിട്ടില്ല, ഇവിടെ തന്നെയാണ് സ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഞാൻ ചെറിയ മോളെ ഒന്ന് ഇറക്കി നോക്കുകയാണ്. അപ്പോൾ അവളൊന്നും ഇറങ്ങുന്നില്ല. പിന്നെ ഹസ്ബൻഡ് വന്നിട്ട് അവളെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ സമയം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്ത് കേട്ടോ. പിന്നെ മക്കളൊന്നും വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവരെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കൊണ്ടുപോവുകയാണ്. നന്നായിട്ട് നേരെ ഇരുട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും. അപ്പോൾ ഒന്ന് റമദാൻ ആയതുകൊണ്ട് തന്നെ നോമ്പ് തുറക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ പേരൊക്കെ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കലൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ നേരെ പോകാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ചെറിയ മോൾക്ക് മണലിലൂടെ നടക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടത്തിക്കുകയാണ് കുറച്ച് നേരം. അങ്ങനെ ഞങ്ങൾ വീണ്ടും കുറേ സമയം അവിടെ ചിലവഴിച്ചു കേട്ടോ. മക്കളുമായിട്ടൊക്കെ മണലിലൂടെ കുറേ സമയം അവിടെ നടക്കുകയും കളിക്കുകയൊക്കെ ചെയ്തിട്ട് സമയം പോയത് അറിഞ്ഞിട്ടേ ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ, ആരും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അവിടെ. റമദാൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. വീണ്ടും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കയറിയ ശേഷം മക്കൾ വീണ്ടും കളിക്കാനായിട്ട് ഇറങ്ങി. അവരവരെ വഴിക്കങ്ങ് ഓടി പോവുകയാണ് ചെയ്തത്. ഒരാൾ കളിച്ച് ക്ഷീണിച്ച് അവിടെ വന്നിരുന്നു, മൂത്തയാൾ. ഇളയ മോള് വീണ്ടും കളിയാണ്. അവൾ ഒരു വിധത്തിലും വരുന്നില്ല. അവൾ നല്ല ഓട്ടമാണ്. ഹസ്ബൻഡോളെ പുറകെ ഓടുന്നുണ്ട്, പക്ഷേ ആൾ വരുന്നുണ്ടായിരുന്നില്ല. ഹലോ ഹലോ ബാ. ചെറിയ മോളെ കൊണ്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. അവൾ ഓട്ടമാണ്, കയ്യിലൊന്നും നിൽക്കുന്നില്ല. ഭയങ്കര ഓട്ടമായിരുന്നു അവൾ. അങ്ങനെ വീണ്ടും കുറേ നേരം അവിടെ നിന്ന് ഓടിക്കളിച്ചു, നന്നായിട്ട് ക്ഷീണിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ആൾ ഓക്കെ ആയി പോകാമെന്നുള്ളൊരു പ്ലാൻ. തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്.
ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ രാത്രിയായി കഴിഞ്ഞാൽ കാണാനൊക്കെ നല്ല മനോഹരമാണെന്ന് ഇവിടെയൊക്കെ.